എല്ലാവർക്കും നമസ്കാരം. നവരാത്രി ആശംസകൾ നേരുന്നു. നമുക്ക് നവരാത്രി വിശേഷങ്ങളെക്കുറിച്ച് കേൾക്കാം. നമുക്ക് പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രത്തിൻ്റെ, അതായത് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഒന്ന് കേട്ടു നോക്കാം. കോട്ടയം പട്ടണത്തിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ്. ചങ്ങനാശ്ശേരി റോഡിൽ ചിങ്ങവനത്തിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ ദൂരമേ ഉള്ളെന്നാണ് തോന്നുന്നത് ഇവിടെ എത്താം. ഇവിടെ ആദ്യം ഒരു മഹാവിഷ്ണു പ്രതിഷ്ഠ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഇവിടെ സരസ്വതി ക്ഷേത്രം വന്നത്. സരസ്വതി ക്ഷേത്രം വന്നതിന് ശേഷം നവരാത്രി ആഘോഷിക്കുന്നുണ്ട് ഇവിടെ വളരെ കേമമായിട്ട് തന്നെ. മൂകാംബികയിൽ പോകുന്നത് പോലെ ധാരാളം പേരിവിടെ കുട്ടികളെ എഴുത്തിനിരുത്താൻ എത്താറുണ്ട്. അത് നവരാത്രി സമയം മാത്രമല്ല, അല്ലാത്ത ദിവസങ്ങളിലും ഇവിടെ സൗകര്യമുണ്ട്. കുട്ടികളെ എഴുത്തിനിരുത്താൻ, ആദ്യമായിട്ടുള്ള ആ എഴുത്തിനിരുത്താൻ ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്. മഹാവിഷ്ണു ആയിരുന്നു പ്രധാന പ്രതിഷ്ഠ. എന്നാലും ഇപ്പോൾ പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണു ആണെങ്കിലും ബ്രഹ്മാവിന് സൃഷ്ടി നടത്താൻ അറിവ് പകരുന്നത് മൂലപ്രകൃതിയായ സരസ്വതി ദേവിയാണ് എന്നാണ് ഹൈന്ദവ വിശ്വാസം, അല്ലേ? ഇവിടെ ദേവിയുടെ പ്രതിഷ്ഠ ഒരു കുഴിയുടെ ഉള്ളിൽ മുങ്ങിക്കിടക്കുന്ന നിലയിലാണ്. കാട്ടുവള്ളികൾ കൊണ്ട് പന്തൽ പോലെയാണ്. മലമുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന ഒരു നീർച്ചാലിൽ നിന്നാണ് ഈ കുഴിയിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ നീർച്ചാല് കിഴക്കോട്ടൊഴുകി നദിയിൽ ചെന്ന് ലയിക്കുകയും ചെയ്യും. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. ഏകദേശം 3000 വർഷം പഴക്കമുണ്ടെന്നാണ് ഐതിഹ്യമാലയിൽ പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുന്നത് ആദ്യം മഹാവിഷ്ണു പ്രതിഷ്ഠ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലത്ത് ഇവിടെ 3 ബ്രാഹ്മണ കുടുംബങ്ങൾ താമസിച്ചിരുന്നു. കുഴിപ്പുറം, കരുനാട്, കൈമുക്ക് എന്നീ കുടുംബങ്ങളായിരുന്നു. ഇതിൽ കുഴിപ്പുറത്തെ നമ്പൂതിരിക്ക് സന്താനങ്ങളൊന്നുമില്ല. ഒരു അനന്തരാവകാശി ഇല്ലാത്ത ദുഃഖത്തിൽ അദ്ദേഹം ഗംഗാ സ്നാനത്തിനായിട്ട് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ അദ്ദേഹം പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കണ്ടു. അവിടെ ഒന്ന് ദർശനം നടത്തണമെന്ന് ആഗ്രഹിച്ചു. അതിനുശേഷം പോകാൻ വേണ്ടി അവിടെ എത്തി. അങ്ങനെ 2-3 ദിവസം താമസിച്ചു. പിറ്റേ ദിവസം പോകാനിരിക്കെ അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് ദേവിയുടെ ദർശനമുണ്ടായി, സ്വപ്ന ദർശനം ഉണ്ടായി. ദേവി ഇങ്ങനെ പറയുകയുണ്ടായി: അല്ലയോ ഭക്ത, നിനക്ക് ഈ ജന്മത്തിൽ സന്താനഭാഗ്യം ഉണ്ടാകില്ല. അതിനാൽ ഗംഗാ സ്നാനം അതിനായിട്ട് നടത്തണമെന്നില്ല. നീ പോകുന്നെങ്കിൽ പൊക്കോ, പക്ഷേ ഗംഗാ സ്നാനം അതിനായിട്ട് നടത്തണമെന്നില്ല. എന്നാൽ കുടുംബം നിലനിർത്താൻ ഒരു വഴിയുണ്ട്. നീ നാളെ തന്നെ സ്വദേശത്തേക്ക് മടങ്ങണം. നിൻ്റെ നാട്ടിലെ കരുനാട്ടിലത്തെ അന്തർജനം ഗർഭിണിയാണ്. അവർക്ക് അധികം കഴിയാതെ 2 ഉണ്ണികളുണ്ടാവും. ഒരു കുഞ്ഞിനെ നീ ദത്തെടുത്ത് വളർത്തണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് മൂകാംബ ദേവിയെ വന്ദിച്ച് നാട്ടിലേക്ക് മടങ്ങി വന്ന നമ്പൂതിരി സംഭവം മുഴുവൻ കരുനാട്ട് നമ്പൂതിരിയെ അറിയിച്ചു. ഈ കഥ കേട്ട് അദ്ദേഹം പറഞ്ഞു, 2 ഉണ്ണികളുണ്ടായാൽ ഒന്നിനെ ദാനം ചെയ്യാമെന്ന് സമ്മതിച്ചു. കുഴിപ്പുറം നമ്പൂതിരി ഉടനെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് കുളത്തിലെത്തി തൻ്റെ ഓലക്കുട, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഓലക്കുട ഉണ്ടായിരുന്നു. എപ്പോഴും ഈ നമ്പൂതിരിമാർ ഓലക്കുടയും കൊണ്ടാണ് നടക്കാറുള്ളത്. അങ്ങനെ ആ ഓലക്കുടയൊക്കെ കരയിൽ വെച്ച ശേഷം കുളി കഴിഞ്ഞ് കുടയെടുക്കാൻ ശ്രമിച്ചപ്പോൾ എന്ത് ചെയ്താൽ കുടയെടുക്കാൻ പറ്റുന്നില്ല. വളരെ പരിശ്രമിച്ചിട്ടും കുട അനങ്ങുന്നില്ല. അപ്പോഴാണ് അവിടെ വളരെ ദിവ്യനായ ഒരു തേജസ്വിയായ പുരുഷൻ വന്നു. അദ്ദേഹം നമ്പൂതിരിയോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, സാക്ഷാൽ ആദിപരാശക്തിയായ മൂകാംബികാദേവി അങ്ങയുടെ കുടയിൽ കുടികൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഭഗവതിയെ ഈ കുടയിൽ നിന്നും ആവാഹിച്ച് തൊട്ടടുത്ത കാട്ടിൽ കാണപ്പെടുന്നതും നേരത്തെ ആരോ പൂജിച്ചുകൊണ്ടിരുന്നതുമായ ഒരു ദേവിയുടെ ശിലാവിഗ്രഹം കിടപ്പുണ്ട്, അതിൽ കുടിയിരുത്തണം. എന്നാൽ ഇത് പൂജിക്കാൻ ശക്തിയുള്ളവരാരുമില്ല. അതുകൊണ്ട് അതിന് നേരെ പടിഞ്ഞാട്ട് അഭിമുഖമായി മറ്റൊരു അർച്ചനാബിംബം കൂടി പ്രതിഷ്ഠിച്ച് അതിൽ പൂജ നടത്തുക. പൂജയും നിവേദ്യവും നടത്തി വേണം മൂലപ്രതിഷ്ഠയെ വന്ദിക്കാൻ. ആ മൂലപ്രതിഷ്ഠയെ വന്ദിക്കണമെങ്കിൽ അതിന് നേരെ പടിഞ്ഞാട്ട് അഭിമുഖമായി വെച്ചിരിക്കുന്ന ആ ബിംബത്തെ പൂജിച്ചിട്ട് വേണം. അപ്പോൾ മറ്റേതിന് അത്ര ശക്തി നമുക്ക് വെക്കാൻ പറ്റില്ലെന്നല്ലേ പറയും. ആ മൂലവിഗ്രഹത്തിൻ്റെ കാവലാളായിട്ട് ഒരു യക്ഷിയുമുണ്ട്. ആ യക്ഷിക്ക് വറപൊടിയും ശർക്കരയും ഇളനീരും കൂട്ടി കുഴച്ച് നേദിച്ച് വേണം ആ വിഗ്രഹമെടുക്കാൻ.
അങ്ങനെ നമ്പൂതിരി പറഞ്ഞ പ്രകാരം തന്നെ ചെയ്തു. ആ ദിവ്യൻ പറഞ്ഞ പ്രകാരം ചെയ്തു. അങ്ങനെയാണ് പനച്ചിക്കാട് ആ ദിവ്യമായ സരസ്വതി സാന്നിധ്യം വന്നത്. കാലാന്തരത്തിൽ മഹാവിഷ്ണു ക്ഷേത്രം മഹാസരസ്വതി ക്ഷേത്രമായി മാറുകയും, പക്ഷേ മഹാവിഷ്ണുവിനെ പ്രധാന ദേവനായിട്ട് അവിടെ ആരാധിക്കുന്നുമുണ്ട്. ഉത്സവത്തിൻ്റെ 9 ദിവസവും, നവരാത്രി സമയത്തെ ആ 9 ദിവസവും ശാസ്ത്രീയ സംഗീത നൃത്തങ്ങളുടെ ഒരു സാംസ്കാരിക മേളം തന്നെയാണ് ആ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ആ പനച്ചിക്കാട് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് സാരസ്വതം നെയ്യ്. ബുദ്ധിക്കും വിദ്യയ്ക്കും ഉണർവ് നൽകുന്ന ഈ ഔഷധം സാരസ്വത സൂക്തം വിധിയാമണ്ണം ജപിച്ചിട്ട് ശുദ്ധവും പൂർണ്ണവും ആക്കിയതാണ്. ധാരാളം പേര് ഈ നെയ്യ് വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് പനച്ചിക്കാട് ക്ഷേത്രത്തിൻ്റെ ചുരുക്കത്തിലുള്ള ഐതിഹ്യം. ധാരാളമുണ്ട് പറയാനാണെങ്കിൽ. തൽക്കാലം ഇത്രയും പറഞ്ഞു നിർത്തുന്നു. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. കുട്ടികൾക്ക് എല്ലാ കടാക്ഷങ്ങളും സരസ്വതി ദേവി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.